ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മുടെ ഓണം സീസണൊക്കെ തുടങ്ങിയല്ലോ, അപ്പം നമുക്കൊരു സദ്യ സ്റ്റൈൽ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ക്യാബേജ് തന്നെയാണ്. ഞാനൊരു ചെറിയ ക്യാബേജ് എടുത്തിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഞാനൊരു മീഡിയം ടൈപ്പ് വലിയുള്ളി എടുത്തിട്ടുണ്ട്, 3-4 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3-4-5 ചെറിയുള്ളി, പിന്നെ 2 പച്ചമുളക്. പിന്നെ ഇനി വറുത്തിടാൻ വേണ്ട സാധനങ്ങൾ ഞാൻ വറുത്തിടുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എന്നാൽ ക്യാബേജ് അരിഞ്ഞെടുക്കാം. ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വലിയുള്ളിയും ചെറുതായി തന്നെ അരിഞ്ഞെടുക്കാം. പച്ചമുളകും റൗണ്ടിൽ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ വറുത്തിടാനുള്ള ചെറിയ ഉള്ളിയും റൗണ്ട് ഷേപ്പ് തന്നെ കട്ട് ചെയ്യണം. പിന്നെ വെളുത്തുള്ളിയും അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഞാൻ ക്യാബേജ് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകാറുണ്ട് കേട്ടോ. അതിനകത്ത് വല്ലതൊക്കെ അഴുക്കുണ്ടോന്ന് അറിയാൻ വേണ്ടി. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. ക്യാബേജിലെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. ഞാൻ വിട്ടുപോയ ഒരു ഐറ്റം ഉണ്ട്, കുറച്ച് ചിരകിയ തേങ്ങയാണ്. ഇതും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യാനുണ്ട്. ഉള്ളി ഇടാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ ഒരു അരക്കപ്പോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ മിക്സ് ചെയ്യാനുണ്ടാവും. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഇടാം. നമുക്ക് കൈ വെച്ച് തന്നെ നന്നായി തിരുമ്മിയെടുക്കണം. ഇനി നമുക്ക് തോരനിലേക്ക് ഒന്ന് വറുത്തിടാം. ഒരു നോൺ സ്റ്റിക്ക് കടായി അടുപ്പത്ത് വെച്ചിരിക്കണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇടുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ കടുക്, ലേശം ജീരകം, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും. രണ്ട് കറിവേപ്പില. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കണ്ട, തുറന്ന് തന്നെ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേവിക്കണ കാരണം കൊണ്ടാണ് അടച്ചിടണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ
നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓണക്കാലൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.